സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അതിൻ്റെ ഫലമറിയാൻ നാട് കാത്തിരിക്കുന്ന ഒരു ഇടവേളയുടെ ഘട്ടമാണ്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താവും എന്ന് ഉത്കണ്ഠയോടുകൂടി കാത്തിരിക്കുന്നവരിൽ ചിലരെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒട്ടൊക്കെ ആകുലതയോടെ അതിൽ ചിലർ എന്നെ വിളിച്ച് ഒരു സൗഹൃദ സംഭാഷണത്തിൽ ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് UDF നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ ആത്മവിശ്വാസമാണല്ലോ പ്രകടിപ്പിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ LDF ഗവൺമെന്റിന്റെ ഭരണത്തെ ഓർമ്മിച്ചാൽ അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിന് ഒരു സാഹചര്യവും കാണുന്നില്ല. പക്ഷെ വലിയ ആത്മവിശ്വാസമാണ്. മുഖ്യമന്ത്രി ആരാവണം എന്നതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ നടക്കുകയാണ്. നവമാധ്യമങ്ങളിൽ അത്തരം ചർച്ചകളൊക്കെ സജീവമായി ഉയർന്നു വരികയാണ്. എന്താണ് കാരണം? ഞാൻ അവരോട് പറഞ്ഞത്, ഇപ്പോ ചെറിയ കാലയളവ് കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ മറന്നു പോകുമാണ്. അപ്പൊ 5 വർഷം മുൻപ് 2021 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടാവും, അന്ന് വോട്ടെണ്ണിയത് മെയ് മാസം 2-ാം തീയതിയായി, 2021 മെയ് 2. ഇത്തവണ വോട്ടെണ്ണുന്നത് മെയ് മാസം 4-ാം തീയതിയാണ്. 2 ദിവസത്തെ വ്യത്യാസമേ. 2021 മെയ് 2 വോട്ടെണ്ണാൻ പോകുന്നതിന് തൊട്ടു മുൻപ് മെയ് മാസം 1-ാം തീയതി കേരളത്തിലെ ഒന്നിലധികം പ്രമുഖ മാധ്യമങ്ങളുടെ ഓൺലൈൻ എഡിഷനിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്ത, സമാനമായ സ്വഭാവമുള്ള വാർത്തയായി. അതിൽ ചിലതിൻ്റെ തലക്കെട്ട് ഏതാണ്ട് ഇങ്ങനെയായിരുന്നു: മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം പരിഹരിച്ചു. ഇതായിരുന്നു തലക്കെട്ട്. അപ്പൊ തലക്കെട്ടിന്റെ കൗതുകം കൊണ്ട് സ്വാഭാവികമായി വാർത്തയിലേക്ക് കടന്നു. അപ്പൊ വാർത്തയിൽ ഇങ്ങനെ വിശദീകരിച്ചു: മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിൽ പരിഹരിച്ചു. ആദ്യത്തെ 2.5 വർഷം ഉമ്മൻചാണ്ടിയും തുടർന്നുള്ള 2.5 വർഷം രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിമാരാവാൻ ധാരണയായി. ഇതായിരുന്നു വാർത്ത. വോട്ട് 2-ാം തീയതി എണ്ണാൻ പോകുന്നേ ഉള്ളൂ. 1-ാം തീയതി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ സഹായത്തോടെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ 2.5 കൊല്ലം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവാനും തുടർന്നുള്ള 2.5 കൊല്ലം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാനും ധാരണയായി, വെടിനിർത്തി എന്നാണ്. ഇപ്പോ ഊഴം വീതിച്ചിട്ടില്ലല്ലോ, തീരുമാനമായിട്ടില്ലല്ലോ. അയാളാവണം ഇയാളാവണം എന്നൊക്കെ പറയല്ലേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ആരാവണമെന്നും എത്ര നാളാവണമെന്നും തീരുമാനിച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയിരുന്നു 2021. അന്നത്തെ കോൺഗ്രസിന്റെ ആത്മവിശ്വാസവുമായി താരതമ്യപ്പെടുത്തിയാൽ അതിന്റെ പകുതി ആത്മവിശ്വാസം ഇപ്പോ ഇല്ല എന്ന് കണ്ടോളണം. ആ ആത്മവിശ്വാസത്തെ തുടർന്ന് നടന്ന വോട്ടെണ്ണലിലാണ് കേരളത്തിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ച എക്കാലത്തെയും ഏറ്റവും ആഹ്ലാദ നിർഭരമായ ആവേശോജ്വലമായ മഹാവിജയം 2021 LDFിനുണ്ടായത്. 91-99 ചരിത്രം ആവർത്തിക്കാനാണ് പോകുന്നത്. ഈ ആത്മവിശ്വാസത്തിന്റെ ഗോഗോവിളികൾക്ക് മെയ് മാസം 4-ാം തീയതി രാവിലെ 10 മണി വരെ മാത്രമായിരിക്കും ആയുസ്സുണ്ടാവുക എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരളം ഇടതുപക്ഷത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിന്റെ ഏറ്റവും തിളക്കമാർന്ന മഹാവിജയം LDFിന് നേടിക്കൊടുക്കുന്ന തെരഞ്ഞെടുപ്പായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പെന്ന് 4-ാം തീയതി കേരളം തിരിച്ചറിയും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഏത് കാരണം കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ UDFിന് വോട്ട് ചെയ്യുക? എന്ത് കാരണം കൊണ്ടാണ് വോട്ട് ചെയ്യുക? ഇടതുപക്ഷം ഒന്ന് മാറണം എന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനമെടുക്കണമെങ്കിൽ അതിനൊരു കാരണം വേണം. നമ്മുടെ നാട്ടിലെല്ലാം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് 10 വർഷം തുടർച്ചയായി LDF ഭരിക്കുകയല്ലേ, അപ്പൊ ഇനിയൊരു മാറ്റം ഉണ്ടാവട്ടെ, ഇനി ഒരു 5 കൊല്ലം
UDF ഭരിക്കട്ടെ എന്നൊക്കെയാണ് ചില ആളുകൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. തുടർച്ചയായി 2 ടേം അധികാരത്തിലിരുന്ന LDF ഗവൺമെന്റിന്റെ ഭരണത്തെക്കുറിച്ച് എന്തെങ്കിലും വിമർശനങ്ങളുണ്ടോ, എന്തെങ്കിലും ആക്ഷേപമുണ്ടോ? അതാരും ഒന്നും പറയുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ഷേപം ഗൗരവമായി ആരെങ്കിലും ഉയർത്തിയതായി കാണുന്നുമില്ല. പെൻഷൻ മുടങ്ങിയില്ല, ശമ്പളം മുടങ്ങിയില്ല, ട്രഷറി പൂട്ടിയില്ല, സ്കൂളുകൾ അടച്ചുപൂട്ടിയില്ല, പാഠപുസ്തക വിതരണം മുടങ്ങിയില്ല, PSC നിയമന നിരോധനം ഉണ്ടായില്ല. 3 ലക്ഷം ചെറുപ്പക്കാർക്കാണ് നിയമനം കിട്ടിയത്. സ്കൂളുകൾ ഹൈടെക്കായി, ക്ലാസ് മുറികൾ സ്മാർട്ടായി, ആശുപത്രികൾ ലോകോത്തര നിലവാരത്തിലെത്തി, റോഡുകളെല്ലാം ഏറ്റവും മനോഹരമായി നിലനിർത്താൻ സാധിച്ചു. വർഗീയ കലാപങ്ങളോ സംഘർഷങ്ങളോ ഇല്ലാതെ ശാശ്വത സമാധാനം യാഥാർത്ഥ്യമായി. പിന്നെന്താണ് തകരാറ്? അപ്പൊ ഭരണത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിമർശനം ഉന്നയിക്കാനില്ല. പിന്നെയോ 2 ടേമായി ഭരിക്കുകയാണ് എന്നേ പറയാനുള്ളൂ. 2 ടേം നല്ല ഭരണം നടന്നാൽ പിന്നെ 1 ടേം ഒരു ദുർഭരണം വേണം എന്ന് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? നല്ല ഭരണം തുടരുകയല്ലേ വേണ്ടത്? മാറേണ്ടത് മോശം ഭരണമല്ലേ? ഭരണം നല്ലതാണെങ്കിൽ അത് തുടരുന്നതിൽ എന്താ തകരാറ്? ഒരു നല്ല ഭരണം, അത് കഴിഞ്ഞിട്ടൊരു മോശം ഭരണം, പിന്നെ വീണ്ടും നല്ല ഭരണം, പിന്നെ മോശം ഭരണം, അങ്ങനെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? എന്ത് യുക്തിയാണ് പറയുന്നതിനുള്ളത്? കോൺഗ്രസ് ഈ നാട് ഭരിച്ച സമയത്ത് കേരളത്തിന്റെ യാഥാർത്ഥ്യം, കേരളത്തിന്റെ സാഹചര്യം എന്തായിരുന്നു? ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടനഷ്ടങ്ങൾ എത്ര വലുതായിരുന്നു? 10 വർഷം മുൻപുള്ള കാര്യമായതുകൊണ്ട് പലരും പലതും മറന്നുപോയിട്ടുണ്ടാവും. നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിഞ്ഞുകൂടാ. സന്തോഷ് മാധവൻ എന്നൊരു അവതാരം ഉണ്ടായിരുന്നു കേരളത്തിൽ. ഞാൻ കൂടുതൽ അദ്ദേഹത്തെ കുറിച്ചൊന്നും പറയുന്നില്ല, അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല എന്നാണ് തോന്നുന്നത്. ഒരാൾ ദൈവമായിരുന്നു, തട്ടിപ്പിന്റെ പേരിലാണ് അറിയപ്പെട്ടത്, ഒരു കള്ളസ്വാമി എന്ന നിലയിലാണ് അറിയപ്പെട്ടത്. പിന്നീട് ചെയ്ത ചില കുറ്റകൃത്യങ്ങൾ കോടതിയിൽ തെളിയിക്കപ്പെട്ടപ്പോ വളരെ കടുത്ത ശിക്ഷയ്ക്ക് കോടതി വിധിച്ചു, ജയിലിലടച്ചു. നീണ്ട കാലം അദ്ദേഹം ജയിലിലായിരുന്നു. പിന്നെയാണ് അദ്ദേഹം മരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. അത് ശരിയാണെന്ന ധാരണയിലാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോ അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ പരാമർശിക്കാൻ കാരണം, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് എറണാകുളത്ത് കണ്ണായ ഭൂമി, 100 കണക്കിന് ഏക്കർ ഭൂമി ഇയാൾക്കാണ് ദാനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. 2016 അധികാരം വിട്ടൊഴിയുന്നതിന് മുൻപ് അവസാന ഘട്ടത്തിലെടുത്ത ഏറ്റവും വിവാദമായ തീരുമാനങ്ങളിൽ ഒന്നിതായിരുന്നു. ഒരു ലോകൈക തട്ടിപ്പ് വീരനായ ആൾ ദൈവത്തിന് സർക്കാർ ഭൂമി പതിച്ചു നൽകാനുള്ള തീരുമാനമായി. അക്കൂട്ടത്തിൽ വേറെയും ചില തീരുമാനങ്ങൾ വന്നു. അന്ന് അതിനെതിരെ ശക്തിയായി വിമർശനം ഉന്നയിച്ചവരിൽ ഒരാളായിരുന്നു ഇപ്പോഴത്തെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ അന്ന് ചോദിച്ചു, ഇതൊക്കെ കൊള്ളയാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? അതിന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ അന്നത്തെ മറുപടി, ഇത് വെറും കൊള്ളയല്ല, തീവെട്ടിക്കൊള്ളയാണ് എന്നായിരുന്നു. ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി തന്റെ ഗവൺമെന്റിന്റെ അവസാന കാലത്ത് കേരളത്തിന്റെ പൊതുസ്വത്ത് ഇഷ്ടക്കാർക്കും സ്വന്തക്കാർക്കും വീതിച്ചു കൊടുക്കുന്ന തീരുമാനങ്ങളിൽ ഒപ്പുവെച്ചപ്പോ അത് തീവെട്ടിക്കൊള്ളയാണെന്ന നിലപാട് സ്വീകരിച്ചയാളായിരുന്നു ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ. കോൺഗ്രസിൽ ഒരു വിഭാഗം അതിനെ തള്ളിപ്പറഞ്ഞു. എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ തീവെട്ടിക്കൊള്ളയെന്ന് അഭിപ്രായപ്പെട്ട ഒരു തസ്കര സംഘത്തിന്റെ കയ്യിലായിരുന്നു കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് എന്നതാണ് വസ്തുത. കേരളം സമ്പൂർണമായ തകർച്ചയിലേക്ക് ചുവടുവെച്ച ഒരു കാലമായിരുന്നു. 2016 LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നാം കാണുന്ന കേരളം ഉണ്ടാകുമായിരുന്നില്ല. 2016 കേരളത്തിന്റെ സ്ഥിതി എന്താ? പവർ കട്ട്, ലോഡ് ഷെഡിങ്. ആദ്യം അരമണിക്കൂർ പവർ കട്ട്, പിന്നെ 1 മണിക്കൂർ, പിന്നെ കറണ്ട് പോയാൽ എപ്പോ വരുമെന്ന് ആർക്കും അറിയില്ല. അപ്രഖ്യാപിത കട്ട്, മണിക്കൂറുകൾ നീണ്ട പവർ കട്ട് ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു. വ്യവസായങ്ങൾക്ക് 100% പവർ കട്ട്. ഇപ്പൊ ഈ ചെമ്മങ്കടവിലെങ്ങാണം ഒരു ചെറിയ കുടിൽ വ്യവസായം ഉണ്ടെന്ന് കരുതുക, ഒരു കൊച്ചു വ്യവസായ യൂണിറ്റ്. KSEB-യിൽ നിന്നുള്ള വൈദ്യുതി കിട്ടില്ല.
വേണമെങ്കിൽ ജനറേറ്റർ വെച്ച് പ്രവർത്തിപ്പിച്ചു കൊള്ളണം. ഇതായിരുന്നു ആ കാലം. സ്കൂളുകൾ അടച്ചുപൂട്ടാൻ 40% സർക്കാർ സ്കൂളുകൾ അടിയന്തരമായി അടച്ചുപൂട്ടണമെന്ന റിപ്പോർട്ടാണ് ഗവൺമെന്റ് പരിഗണിച്ചത്. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഗവൺമെന്റ് മാറി. പാഠപുസ്തകങ്ങൾ പരീക്ഷക്കാലത്ത് പോലും കിട്ടുന്നില്ല. മറന്നുപോയോ കാലം? നമ്മുടെ ജില്ലക്കാരനായ അബ്ദുറബ്ബ ആയിരുന്നില്ലേ അന്ന് വിദ്യാഭ്യാസ മന്ത്രി? കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഓണപരീക്ഷയായിട്ടും പാഠപുസ്തകമില്ല. എന്ത് പഠിക്കണമെന്നറിയില്ല കുട്ടികൾക്ക്, എന്ത് പഠിപ്പിക്കണമെന്നറിയില്ല അധ്യാപകർക്ക്. പുസ്തകമില്ലല്ലോ. പാഠപുസ്തകം എവിടെയെന്ന് ചോദിച്ച് തെരുവിറങ്ങിയ കുട്ടികളെ മൃഗീയമായി പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് ശ്രമിച്ചത്. അന്ന് പത്രപ്രവർത്തകർ ചോദിച്ചു വിദ്യാഭ്യാസ മന്ത്രിയോട്, ഓണപരീക്ഷയായിട്ടും പാഠപുസ്തകം കിട്ടിയില്ല, ആദ്യത്തെ അനുഭവമാണ്, എന്താണ് ഇങ്ങനെ? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അദ്ദേഹം പറഞ്ഞു, ഓണം ഇക്കുറി നേരത്തെ വന്നുകൊണ്ടാണെന്നാണ്. ഓണം ഉണ്ടായ കാലം മുതൽ ചിങ്ങത്തിലല്ലേ ഓണം? കർക്കിടകത്തിൽ ഓണം വന്നിട്ടുണ്ട്. അബ്ദുറബിന് എന്ത് ഓണം, എന്ത് പാഠപുസ്തകം, എന്ത് പരീക്ഷ, എന്ത് പള്ളിക്കൂടം, വല്ല പിടിയുണ്ടായിരുന്നു? ഇതായിരുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥിതി. ഇപ്പൊ എങ്ങനെയായി? സ്കൂൾ തുറക്കുന്നതിന് മുൻപ് കുട്ടികളുടെ കയ്യിൽ പാഠപുസ്തകം. ഈ കൊല്ലം ഒരു പടി കൂടി കടന്നു. സ്കൂൾ പൂട്ടുന്നതിന് മുൻപ് അടുത്ത കൊല്ലത്തെ പാഠപുസ്തകം ഇക്കൊല്ലം തന്നെ കുട്ടികളുടെ കയ്യിൽ കൊടുത്തു. അതാണ് കേരളത്തിൽ വന്ന മാറ്റം. ഇങ്ങനെയാണ് കേരളം മാറിയത്. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത നാടായി കേരളം മാറി. പാഠപുസ്തകങ്ങൾ സമയത്തിനെത്തി. ലാഭനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ വിദ്യാഭ്യാസത്തെ കാണരുത് എന്ന നിലപാട് സ്വീകരിച്ചു. 40% സ്കൂളുകൾ അടച്ചുപൂട്ടാനുള്ള UDF സർക്കാരിന്റെ റിപ്പോർട്ട് മാറ്റിവെച്ചു. 10 കുട്ടികളെ ഒരു ക്ലാസ് മുറിയിൽ ഉള്ളെങ്കിലും ആ കുട്ടികളെ പഠിപ്പിക്കണം എന്ന നിലപാട് സ്വീകരിച്ചു. ആ കുട്ടികൾ നാളെ ആരാവും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു സ്കൂൾ അടച്ചു പൂട്ടിയാൽ അവിടെ പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യും? അവരുടെ രക്ഷിതാക്കൾ എന്ത് ചെയ്യും? എത്ര ദൂരെയായിരിക്കും മറ്റൊരു സ്കൂൾ ഉണ്ടാവുക? ചില കുട്ടികളുടെ പഠനം അവിടെ അവസാനിച്ചു പോവില്ലേ? പണ്ട് കോട്ടയത്ത് ഉഴവൂരിനടുത്ത് ഓലമേഞ്ഞ ഒരു സർക്കാർ പള്ളിക്കൂടത്തിൽ വെറും തറയിലിരുന്ന് പഠിച്ച ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് പിന്നെ ഇന്ത്യയുടെ പ്രസിഡന്റായി മാറിയത്. അന്ന് ആ സ്കൂൾ അടച്ചുപൂട്ടിയിരുന്നെങ്കിലോ? അപ്പോ ലാഭനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലല്ല വിദ്യാഭ്യാസത്തെ കാണേണ്ടത്. കുട്ടികൾക്ക് സൗജന്യമായി വിദ്യാഭ്യാസം പകർന്നു കൊടുക്കാൻ കഴിയണം. ഇപ്പോഴിതാ LDF സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു, ഡിഗ്രി വരെ സൗജന്യ വിദ്യാഭ്യാസം. ഇന്ത്യയിൽ എവിടെയുമില്ല, കേരളത്തിൽ മാത്രമാണ്.